ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. മൊടേര സൺ ടെമ്പിൾ സൂര്യക്ഷേത്രം. അപ്പോൾ സൂര്യന് വേണ്ടി ഉള്ള ക്ഷേത്രം, സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഇത് 1026 പണി കഴിപ്പിച്ചത് സോളങ്കി രാജാവ്, ഒന്നാം സോളങ്കി രാജാവായിട്ടുള്ള ഭീംദേവ് ഒന്നാമൻ എന്ന് പറയുന്ന സോളങ്കി രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് ഇത് പണി കഴിപ്പിച്ചത്. അത്യുജ്വലമായ കൊത്തുവേലകളാണ്. ഇതാ സ്റ്റെപ്പ് വെൽ. ഈ സ്റ്റെപ്പ് വെൽ വളരെ പ്രധാനമാണ്. ഈ സ്റ്റെപ്പ് വെൽ സൂര്യൻ മധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന സമയത്ത്, അതായത് വിഷുവം കൃത്യമായും സൂര്യൻ പൂർണ്ണമായും വെയിൽ അടിക്കത്തക്കവണ്ണം ഈ റെക്ടാങ്കുലാർ സ്റ്റെപ്പ് വെല്ലിൽ ജലത്തിൽ സൂര്യൻ്റെ രശ്മി ലംബമായി പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ അതാണ് വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെപ്പ് വെൽ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, സൂര്യ നമസ്കാർ മന്ത്ര അവിടെ എഴുതിയിട്ടുണ്ട്. സൂര്യദേവനെ എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ സൂര്യദേവൻ എന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ ആധുനിക ദൈവങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി ശക്തികളെ മനുഷ്യൻ ആരാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ ആരാധിച്ചു തുടങ്ങിയതാണ് സൂര്യദേവനെ. അപ്പോൾ ഈജിപ്തിൽ റാ എന്ന് പറയുന്ന ദേവൻ സൂര്യദേവനാണ്. ആഠോൺ എന്ന് പറയുന്നത് സൂര്യദേവനാണ്. ഗ്രീക്ക് ദേവൻ അപ്പോളോ, ഇപ്പോൾ അതൊന്നും ആരാധിക്കപ്പെടുന്നില്ല. അതൊക്കെ സൂര്യദേവനാണ്. ഏൽ ഷഡായി എന്ന് ബൈബിളിൽ പറയുന്നത് പർവ്വതത്തിൽ ഉദിക്കുന്ന ദൈവം. ഷഡായി എന്ന് വെച്ചാൽ പർവ്വതം, ഏൽ ദൈവം, പർവ്വതത്തിൻ്റെ മുകളിലെ ദൈവം. അതും യഥാർത്ഥത്തിൽ സൂര്യദേവനാണ്. അപ്പോൾ യാഹ്വേ യഥാർത്ഥത്തിൽ സൂര്യദേവൻ തന്നെയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേപോലെ ചന്ദ്രദേവൻ ലാഹ് എന്നാൽ ചന്ദ്രൻ, അല്ലാഹ് അത് ചന്ദ്രദേവൻ. സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ വാനഗോളങ്ങളെ ആരാധിച്ചിരുന്നു. എന്തായാലും സോളങ്കി ശില്പവേല, അതിമനോഹരമായ സോളങ്കി ശില്പവേല കാണാവുന്നതാണ്. മനോഹരമായ സൂര്യക്ഷേത്രം. ഇതിൽ വെളിയിൽ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായ ശില്പവേലകൾ കാണാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സൂര്യക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അതിഗംഭീരം. എന്താ ഇവിടുത്തെ കൊത്തുപണികൾ! ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വെൽ കാണാം.
അപ്പോൾ സുഹൃത്തുക്കളെ, സോളങ്കി രാജവംശത്തിൻ്റെ സ്ഥാപകനായ ഭീംദേവ് ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ് ഈ സൂര്യക്ഷേത്രം, മൊടേര സൺ ടെമ്പിൾ. അപ്പോൾ അതിൽ സ്റ്റെപ്പ് വെല്ലുണ്ട്, സൂര്യാക്കുണ്ട് എന്നറിയപ്പെടുന്നു, സൂര്യാക്കുണ്ട്. അപ്പോൾ അതാണത്. സൂര്യാക്കുണ്ടുണ്ട്. ഇത് അസംബ്ലി ഹാളുണ്ട്. ഇനി ഒരു പ്രാർത്ഥനാ മണ്ഡപമുണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇത് മൂന്നും ചേർന്നതാണ് മൊടേര സൂര്യക്ഷേത്രം. मोडेरा सूर्य क्षेत्र. हाय बाय बच्चों, आपका नाम? समीर. अच्छा नाम. ओके, बाय बाय. സൂര്യക്ഷേത്രത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡപമാണ് ഈ കാണുന്നത്. പ്രാർത്ഥനാ മണ്ഡപം ആയതുകൊണ്ട് തന്നെ അത്രയും വെളിച്ചേ കാണൂ. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനാ മണ്ഡപം കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലം ഊർജം ലഭിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഇതൊരത്ഭുതമായിരുന്നു. ഈ അനർഗളമായ ഊർജപ്രവാഹം എവിടെ നിന്ന് വരുന്നു? അതൊരു ദൈവിക ശക്തി ആണ് എന്ന് വിശ്വസിച്ചതിൻ്റെ ഫലമായി സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, അഗ്നി, സമുദ്രം എല്ലാം ദൈവമാണ് എന്ന് ഒരു കാലത്ത് വാഴ്ത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ദൈവമായി വന്ന ഒരു സങ്കല്പമാണ് സൂര്യന് വേണ്ടി ക്ഷേത്രം. അപ്പോൾ മഹാഭാരതത്തിൽ സൂര്യൻ്റെ പുത്രനാണ് കർണൻ. അപ്പോൾ ഈജിപ്തിൽ അഥോൺ എന്നൊക്കെ പറയുന്ന പഴയകാല ദൈവങ്ങൾ ഫറാവോയുടെ കാലത്ത് ഇവയെല്ലാം സൂര്യദേവനായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്രം. വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന പ്രകൃതി, അത് ഒരു ഭയങ്കര അത്ഭുതമാണ്. സൂര്യാക്കുണ്ട് ഇവിടെ കാണാം. സ്റ്റെപ്പ് വെൽ, അത് വെറും ഒരു സ്റ്റെപ്പ് വെൽ മാത്രമല്ല, അതിമനോഹരമായ ശില്പവലയാണ്. നല്ല മനോഹരമായ തെളിഞ്ഞ ജലം. സൂര്യാക്കുണ്ട്. ഇപ്പോൾ സൂര്യാക്കുണ്ടുണ്ട്. അസംബ്ലി ഹാളുണ്ട്, അപ്പുറത്ത് പ്രാർത്ഥനാ മണ്ഡപവും ഉണ്ട്. ഇത് മൂന്നും ചേർന്നതാണ് സൂര്യ ടെമ്പിൾ.